ജൂൺ 19 നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നൊരു ദിവസമാണ്. സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികളെയും വിദ്യാർത്ഥികളെയൊക്കെ വായനയിലേക്ക് കൊണ്ടുവരാനുള്ള, വായന ഇഷ്ടപ്പെടുത്താനുള്ള ഒരുപാട് പരിപാടികളും പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് കുട്ടികളെ ഒരു പുതിയ കാലത്ത്, പ്രത്യേകിച്ച് ഡിജിറ്റൽ കാലഘട്ടത്തിൽ വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ, വായന ഇഷ്ടപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികളെ വായനാ ലോകത്തേക്ക് അടുപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വായന ദിനം എന്നതിനെ തിരിച്ചു വായിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വായന ദിനം ദിനവായന ആരംഭിക്കാനുള്ള ഒരു രീതി കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഒരു സന്ദേശമായിട്ട് നൽകാനുള്ളത്. വായന ദിനമല്ല, ദിനവായനയാണ് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികൾ വല്ലാത്ത കോവിഡിന് ശേഷം പ്രത്യേകിച്ചും സ്ക്രീനിൽ അഡിക്റ്റഡായി നിൽക്കുന്നൊരു സമയത്ത് അവർക്ക് വേറെ എൻഗേജ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്ക്രീൻ വായന എത്രമാത്രം അനുകൂലമാണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ കുട്ടികളെ, 16 വയസ്സായ കുട്ടികളെ സ്ക്രീനിൽ നിന്ന് അകറ്റണമെന്ന് പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കുട്ടികൾ സ്ക്രീനിലേക്ക് പോവാതിരിക്കണമെങ്കിൽ കുട്ടികളുടെ താല്പര്യം ജനിപ്പിക്കാനുള്ള വായന തന്നെയാണ് തീർച്ചയായും പറ്റുക. അപ്പോൾ ഒരു ദിവസം ഇത്രയെങ്കിലും വായിക്കുക എന്നൊരു ചാലഞ്ച് നമ്മളുടെ കുട്ടികളിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും അതൊരു നല്ല നീക്കമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു പ്രതിജ്ഞ എടുക്കാൻ ഈ വായന ദിനം സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ റീഡിങ്ങിലേക്ക് വല്ലാതെ പോകുമ്പോൾ കുട്ടികളിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട 2 പ്രശ്നം, ഒന്ന് ഇൻഫർമേഷൻ ഓവർലോഡഡ് സ്ക്രീനിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. മറ്റൊന്ന് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ്. അതായത് അവർ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അറിയാതെ അവരെ അൽഗോരിതം കൊണ്ടുപോകുന്ന വീഡിയോസിലേക്കായിരിക്കും അവരെത്തിച്ചിടുക. അപ്പോൾ അതുകൊണ്ട് അല്പസമയം സ്ക്രീൻ മാറ്റിവെച്ച് പുസ്തകം വായിക്കാനുള്ള ചാലഞ്ചുകളാണ് നോ സ്ക്രീൻ ആൻഡ് സ്റ്റാർട്ട് റീഡ് എന്ന ഒരു ചാലഞ്ചായിരിക്കും ഇപ്പോഴേറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാർത്ഥികൾ പൊതുവേ സ്ക്രീൻ റീഡിങ്ങിലേക്ക് ഇപ്പം താല്പര്യം പ്രകടിപ്പിക്കാം. പക്ഷേ സാറ് പറഞ്ഞതുപോലെ സ്ക്രീൻ റീഡിങ്ങിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഒരു അഡൾട്ട് റീഡിങ്ങിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻ റീഡിങ്ങിനെ റെക്കമെൻഡ് ചെയ്യാം. കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോസിറ്റീവ് സൈഡുകളുണ്ട്. അപ്പോൾ നമ്മൾ വായിച്ച പ്രധാനപ്പെട്ട ലൈനുകളും മറ്റതൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്രീൻ റീഡിങ് വളരെ എളുപ്പമാണ്. പുനർവായന, അതായത് വായിച്ചത് എവിടെ നിർത്തി പെട്ടെന്ന് ഒരു വാക്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ അത് കണ്ടെത്താൻ ഹൈപ്പർ ടെക്സ്റ്റ് സ്ക്രീൻ റീഡിങ്ങിൽ ഉണ്ടായതുകൊണ്ട്, പക്ഷേ അതൊരു അഡൾട്ട് ലെവലാണ് എപ്പോഴും സ്ക്രീൻ റീഡിങ് നന്നായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയൽ. അതായിരിക്കും കുട്ടികളൊരു 16 വയസ്സുവരെ കുട്ടികൾ ഒരു പ്രിൻ്റ് റീഡിങ്ങിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികളെ പുസ്തകത്തിലേക്ക്, വായനയിലേക്ക് അടുപ്പിക്കണമെങ്കിൽ കുട്ടികൾക്ക് പ്രായാനുസൃതമായിട്ട് വായിക്കാവുന്ന കുറച്ച് പുസ്തകങ്ങൾ മലയാളത്തിൽ നമ്മളെ മാതൃഭാഷയിലൊന്ന് സാറിന് നിർദ്ദേശിക്കാൻ പറ്റും? തീർച്ചയായും അത് പല തലത്തിലുള്ള കുട്ടികളെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പുസ്തകം നിർദ്ദേശിക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈമറി ലെവലിൽ കുട്ടികൾ വായിക്കേണ്ട പുസ്തകങ്ങളെ, അത് ഓരോരുത്തരുടെയും താല്പര്യം തിരിച്ചറിയുക എന്നതാണ് തീർച്ചയായും പ്രാധാന്യം. അതിൽ ഇപ്പോൾ അടുത്തിറങ്ങിയ റയാൻ്റെ കിണർ എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രൈമറി ലെവലിലെ കുട്ടികൾക്ക് തീർച്ചയായും നിർദ്ദേശിക്കുന്ന ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നത്. അബ്ദുള്ള കുട്ടി ഇടവണ്ണ എഴുതിയ, പ്രത്യേകിച്ച് കുട്ടികളിൽ പരിശ്രമശീലം ഉണ്ടാക്കാനും, ഒരുപക്ഷെ രക്ഷകർത്താക്കൾ പോലും അത് വായിച്ചാൽ എങ്ങനെയാണ് ഒരു കുട്ടിയെ പാരൻ്റ് ചെയ്യേണ്ടുന്നത് പോലും അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് തോന്നുന്നത്. ഓസ്ട്രേലിയയിൽ ഒരു കിണർ കുഴിക്കാൻ വേണ്ടി റയാൻ നടത്തിയ, പിന്നീട് അതൊരു റയാൻ ഫൗണ്ടേഷൻ, ആഫ്രിക്കയിൽ നടത്തിയ ഒരു ശ്രമങ്ങളുടെയും അത് പിന്നീട് റയാൻ ഫൗണ്ടേഷൻ ആയതിൻ്റെയൊക്കെ മനോഹരമായൊരു കഥയാണ് റയാൻ്റെ കിണർ. അതോടൊപ്പം ആ ഒരു സമയത്ത് തന്നെ കുട്ടിക്ക് വായിക്കാൻ പറ്റിയ ഒന്നാണ് നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന് പറയുന്നത്. കുട്ടികളുടെ കുറച്ചുകൂടി ഭാവന വളരുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. സുമംഗലയുടെ മിഠായി പൊതി, അതിലെ കഥകൾ കുട്ടികളെ വളരെ ആകർഷിക്കും. കുറച്ചുകൂടി മുതിരുന്നൊരു ഘട്ടത്തിൽ ഒരു കുടയും കുഞ്ഞു പെങ്ങളും പോലുള്ള പുസ്തകങ്ങളായിരിക്കും നന്നാവുക. പിന്നെ ഈ ഒരു പ്രായത്തിലുള്ള, അതായത് ഈ മുതിരും തോറും വളരുന്ന കുട്ടികൾക്ക് അവരുടെ സ്കൂൾ കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ടോട്ടോച്ചാൻ എന്ന് പറയുന്ന, അതിൻ്റെ വിവർത്തനം ധാരാളമായി ഇറങ്ങിയ എല്ലാ ഭാഷയിലും വിവർത്തനം ചെയ്യപ്പെട്ടൊരു പുസ്തകമാണത്. അത് രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നത്, ടോട്ടോച്ചാൻ എന്ന് പറയുന്ന പുസ്തകം. അതുപോലെ മനസ്സറിയും യന്ത്രം, പി നരേന്ദ്രനാഥ് എഴുതിയ, അതും കുട്ടികളുടെ ഭാവനയെ വളരെയേറെ വളർത്താൻ സഹായിക്കുന്ന ഒന്നായിരിക്കും. ഇനി പ്രൈമറി ലെവലിൽ നിന്ന് ഒരു അപ്പർ പ്രൈമറി ലെവലിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ. നമ്മളുടെ ഒരു ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എത്ര മനോഹരമായി ഒരു നോവൽ
വായിക്കുന്നത് പോലെ കുട്ടികൾക്ക് വായിച്ചു പോകാവുന്ന, മുഷിപ്പില്ലാതെ വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന പുസ്തകം. അതേപോലെ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, കുറച്ചുകൂടി ഒരു അപ്പർ പ്രൈമറി ലെവലിലെ കുട്ടികൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന അവരുടെ വായനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കുറച്ചുകൂടെ മുതിർന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ വായനയുടെ പടി അല്പം കൂടി ഉയർത്തുന്ന രീതി കൊണ്ടുവരികയും പിന്നീട് നമുക്ക് APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആദ്യം വായിക്കേണ്ടത് തീർച്ചയായും നമ്മളുടെ ജ്വലിക്കുന്ന മനസ്സുകളായിരിക്കുമെന്ന് തോന്നുന്നു. അഗ്നിച്ചിറകുകൾക്ക് മുൻപ് വായിക്കേണ്ടത് അതാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്. ജ്വലിക്കുന്ന മനസ്സുകളുടെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു വായനയിൽ നിന്ന് പിന്നെ ഞാൻ മലാല ആ ഒരു സമയത്ത് വായിക്കാവുന്ന പുസ്തകമാണ്. അത്തരത്തിലുള്ള ഒരു വായന. പിന്നെ ഇംഗ്ലീഷ് റീഡിംഗ് ആണ് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇനി മാതൃഭാഷയിലെ വായനയെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മുടെ കുട്ടികളിപ്പോൾ ഒരു ഗ്ലോബൽ സൊസൈറ്റീൻ്റെ അകത്തോട്ടാണ് എക്സ്പോഷർ കിട്ടുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രായാനുസൃതമായിട്ട് വായിക്കാവുന്ന കുറച്ച് പുസ്തകങ്ങൾ സാറൊന്ന് സജസ്റ്റ് ചെയ്യാമോ? ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ വായനയിൽ ഞാൻ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് EB വൈറ്റിൻ്റെ ചാർലറ്റ്സ് വെബ് എന്നുള്ള ഒരു ചെറിയ കുഞ്ഞു നോവലാണ്. ഒരു 3ാം ക്ലാസ് മുതൽ വായിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. ഈ നോവൽ ശരിക്ക് 2 മൃഗ കഥാപാത്രങ്ങളാണ് അതിലുള്ളത്. ഒരു സ്പൈഡർ ഉണ്ട്, പിന്നെ ഒരു പിഗ് ഉണ്ട്. ഇവർ രണ്ടും തമ്മിലുള്ള വലിയ ഫ്രണ്ട്ഷിപ്പിൻ്റെ വലിയ പാഠമാണ് നോവലിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ പിഗിനെ ഇതിൻ്റെ ഉടമ അറക്കാൻ വേണ്ടി വരുമ്പോൾ ഓരോ സമയത്തും സ്പൈഡർ ഇടപെട്ട് എങ്ങനെയാണ് അതിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന വലിയ ഒരു സന്ദേശമാണ് ആ നോവൽ നൽകുന്നത്. രണ്ടാമത്തത് നമ്മൾ വളരെ പോപ്പുലറായിട്ടുള്ള JK റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ സീരീസ് ഉണ്ട്. ഈ ഹാരി പോട്ടർ സീരീസിലെ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന നോവല് ഒരു 4 മുതൽ വായിച്ചു തുടങ്ങാൻ പറ്റുന്ന നോവലാണ്. 4ാം ക്ലാസ് മുതൽ വായിച്ച് തുടങ്ങാൻ പറ്റുന്ന നോവലാണ്. നമുക്കറിയുന്നത് പോലെ വളരെ ഒരു മാന്ത്രിക ലോകത്തിലേക്ക് ഹാരി പോട്ടർ വരികയും അവിടെ നടക്കുന്ന ഓരോ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് മൊത്തം റൗളിംഗ് തൻ്റെ സീരീസിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ബുക്ക് വളരെ നന്നായിരിക്കും. പിന്നെ കുറച്ചും കൂടി ഉയർന്നു പോകുമ്പോഴേ ദ റൂം ഓൺ ദ റൂഫ്, അതായത് റസ്കിൻ ബോണ്ട്, നമുക്കറിയാം ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. അദ്ദേഹം കുട്ടികൾക്ക് മാത്രമായിട്ട് 70ഓളം ബുക്കുകൾ രചിച്ച റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ നോവലാണ്, ആദ്യമായിട്ട് എഴുതിയ നോവലാണ് റൂം ഓൺ ദ റൂഫ്. അപ്പോൾ അതിൽ ഒരു ബ്രിട്ടീഷ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുട്ടി ഒരു ഇന്ത്യൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള മറ്റൊരു കുട്ടിയുമായിട്ടുള്ള സൗഹൃദവും, അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് അറിയാനുള്ള വളരെ താല്പര്യവും സ്വയം തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു കുഞ്ഞു നോവലാണ് ദ റൂം ഓൺ ദ റൂഫ്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ വളരെ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത 2010 പബ്ലിഷ് ചെയ്ത ഡേവിഡ് വില്യംസിൻ്റെ ബില്യനെയർ ബോയ്. കുട്ടികളെല്ലാം ഇന്ന് കാശുണ്ടാക്കുക എന്ന വലിയ ഒരു മോഹവുമായിട്ട് നടക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് അത്തരം, അതായത് കാശിലപ്പുറമായിട്ട് ജീവിത ബന്ധങ്ങളും പിന്നെ രക്തബന്ധങ്ങളും പിന്നെ സൗഹൃദ ബന്ധങ്ങളൊക്കെ പ്രാധാന്യം കാണിക്കുന്ന രസകരമായിട്ടുള്ള നോവലാണ്. ആ രാജ്യത്തിലെ ഏറ്റവും വലിയ ധനികൻ്റെ മകനായ ഒരു കുട്ടി വലിയൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുകയും പക്ഷേ അവിടെ നിന്ന് സൗഹൃദം ലഭിക്കാതെ മറ്റൊരു ലോക്കൽ സ്കൂളിലേക്ക് മാറിപ്പോകുന്ന രസകരമായിട്ട് കഥ പറയുന്ന ഒരു നോവലാണത്. അത് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഒന്ന് മുതിർന്നു പോവുകയാണെങ്കിൽ ഒരു 8ാം ക്ലാസ് മുതൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ദ മാജിക് ഓഫ് ദ ലോസ്റ്റ് ടെമ്പിൾ, ഇന്ത്യൻ റൈറ്ററാണ് സുധാമൂർത്തി, അതായത് നമ്മുടെ ഒരു കന്നഡിയൻ റൈറ്ററാണ്. സുധാമൂർത്തിയുടെ രസകരമായിട്ടുള്ള നോവലാണ്. ആ നോവലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഒരു പെൺകുട്ടിയാണ്, 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇതും പ്രത്യേകിച്ച് വില്ലേജ് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥ രസകരമായിട്ട് പറയുന്നു. കുറച്ചും കൂടി മുതിർന്നു പോവുകയാണെങ്കിൽ ഒരു 12-13 സ്റ്റാൻഡേർഡിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇമ്മോർട്ടൽ സ്റ്റോറീസ് എന്ന ചെറുകഥ സമാഹാരമുണ്ട്. അത് റസ്കിൻ ബോണ്ട് തനിക്കിഷ്ടപ്പെട്ട വലിയ വലിയ കഥാകൃത്തുകൾ എഴുതിയ കഥകളുടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കളക്ഷനാണ്. അതെടുത്താൽ നമുക്കതിൽ ഇന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാഹിത്യത്തിൽ, ലോക ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരെയും ഉണ്ട് കഥകളെ സമാഹരിച്ചിട്ടുള്ള ഒരു സമാഹാരമാണ്. അത് വളരെ നന്നായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ പിന്നെ മലയാളി കുട്ടികൾക്ക് അത് അവൈലബിൾ ആക്കാനുള്ള മാർഗം നമുക്കിന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണല്ലേ?
ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. അതെ, ഈ ബുക്കുകളെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. അതിനപ്പുറമായിട്ട് നമുക്കിപ്പം ചെറിയ കഥാസമാഹാരങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം മങ്കീസ് പെൻ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള കഥാസമാഹാരങ്ങൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡബിൾ ആണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ലിറ്ററേച്ചർ .com പോവുകയാണെങ്കിൽ ഇന്ന് ലോകത്ത്, അതായത് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ഏറ്റവും ഗ്രേറ്റസ്റ്റ് 100 ഷോർട്ട് സ്റ്റോറീസ് എന്ന ഓരോ ഓതർ വെച്ചിട്ട് നമുക്ക് ഓരോ ഓതറിൻ്റെ, ഇപ്പോൾ ആൻഡൺ ചെക്കോവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് കഥയാണോ ആ കഥ നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും. ആ വെബ്സൈറ്റ് വളരെ രസകരമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഡിജിറ്റൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുസ്തകങ്ങളിലേക്ക് എത്താൻ പറ്റും, നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വായനയുടെ ലോകത്തേക്ക് കുട്ടികൾ തിരിച്ചു വരണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, പുസ്തകങ്ങൾ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, വായിക്കുന്ന മുതിർന്നവരുണ്ടാവുക വീട്ടിലും സ്കൂളിലും എന്നുള്ളത്. അപ്പോൾ മുതിർന്നവർക്ക് വായിക്കാവുന്ന ചില പുസ്തകങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ സജസ്റ്റ് ചെയ്യുന്ന നന്നാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. മുതിർന്നവരിപ്പോൾ തീർച്ചയായും തിരിച്ചറിയേണ്ട കുറച്ച് അറിവുകളുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് പാരൻറ്റിങ്ങിൻ്റെ, പുതിയ കാലത്തെ പാരൻറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാതെയാണ്. അതിൽ പ്രധാനമായും എനിക്ക് തോന്നുന്നത് മുതിർന്നവർ പഠിക്കേണ്ടത് ചില മനഃശാസ്ത്ര പുസ്തകങ്ങൾ തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് എനിക്കതിൽ സജസ്റ്റ് ചെയ്യാനുള്ളത് അരുൺകുമാർ ആൻഡ് ശ്രീജിത്ത് എഴുതിയ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നൊരു പുസ്തകം. അത് സൈക്കോളജിയെ വളരെ ലളിതമായി ഒരു നോവലിൻ്റെയൊക്കെ ഒരു രീതിയിൽ നല്ല തുടക്കമൊക്കെ കൊടുത്തുകൊണ്ട് മനോഹരമായി എഴുതിയൊരു പുസ്തകമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം. അതേപോലെ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം എഴുതിയ പുതിയ കുട്ടിയും പുതിയ ടീച്ചറും, മാറുന്നതിനനുസരിച്ച് അധ്യാപകർ മാറേണ്ടതിനെക്കുറിച്ച്, രക്ഷിതാക്കൾ മാറേണ്ടതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും വായിക്കേണ്ടത് നമ്മുടെ ക്ലാസിക്കുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മഹാഭാരതത്തെയും രാമായണത്തെയൊക്കെ മാലി ഭാരതം, മാലി രാമായണം, മാലി ഭാഗവതം എന്ന രീതിയിൽ കുട്ടികളുടെ ഭാഷയിലേക്ക് അവ പരിവർത്തനം ചെയ്തിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അത് മുതിർന്നവരും കുട്ടികളും ഒക്കെ ഒരുപോലെ വായിക്കുന്നതാണ്. ഇനി കുറച്ചുകൂടി ഗൗരവമായി വായിക്കാൻ ഉദ്ദേശിക്കുന്ന പാരൻറ്റും ടീച്ചറും വായിക്കേണ്ട ഒരു പുസ്തകം എനിക്ക് തോന്നുന്നത് പ്രൊഫസർ കമല വി മുകുന്ദയുടെ കുട്ടികൾ സമർത്ഥരാവാൻ, അതാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ്റെ പേര്. ആ ഒരു പുസ്തകവും വാട്ട് ഡിഡ് യു ആസ്ക് അറ്റ് സ്കൂൾ ടുഡേ എന്നുള്ള പുസ്തകത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ്. ഓക്കെ, വായിക്കുന്ന ഇതോടുകൂടെ തന്നെ നമുക്ക്, അതായത് ഇപ്പം സ്ക്രീൻ റീഡിങ്ങിലേക്ക് ആളുകൾ കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു അഡൽട്ട് റീഡിങ്ങിലേക്ക് പോകുമ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹെഡ്വേ. ഈ ഹെഡ്വേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെറിയായിട്ട് പെയ്ഡ് ആപ്ലിക്കേഷനാണ്. ഒരു വർഷത്തേക്ക് നമുക്കൊരു അറൗണ്ട് 1000-1500 താഴെയായിട്ട് നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ ആയിരക്കണക്കിന് ബുക്കുകൾ, ഇതിൻ്റെ സമ്മറികൾ, ഡീറ്റെയിൽഡ് സമ്മറി ഈ ആപ്പിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു വായനാദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒക്കെ ഈ ഒരു ആപ്പിലൂടെ വായനയെ ഒന്ന് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള ലെവലിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അനുഭവം. കാരണം ഞാനിപ്പോൾ ദിവസം തന്നെ ഒരു 3-4 ബുക്ക് സമ്മറി അതിൽ കൂടെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല ഒരു ആപ്പായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് അത് ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഹെഡ്വേ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും കുട്ടികൾ അല്ലെങ്കിൽ സമൂഹം മൊത്തം പുസ്തകങ്ങൾ നകന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിജിറ്റൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പുസ്തകങ്ങൾക്ക് അടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു ചുരുക്കം. വായിക്കുന്ന വീടും വായിക്കുന്ന രക്ഷിതാക്കളും വായിക്കുന്ന അധ്യാപകരും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് വായിക്കാതിരിക്കാനാവുക?